ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത് ഷേക്സ്പിയർ ഇൻ ദ ബുഷ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി ആയിരുന്നു. അത് നമുക്കറിയാം, ഒരു ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നമ്മുടെ ഓതർ ഒരു കുടിലിൽ പോയിരിക്കുകയും അവിടെ നിന്ന് ഹാംലെറ്റ് എന്ന് പറയുന്ന വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ട്രാജഡി വായിക്കുകയും ആണ് ചെയ്തിരുന്നത്. അതിൽ നമ്മുടെ അദ്ദേഹം താൽക്കാലികമായി താമസിച്ചിരുന്ന ആ കുടിലിൽ കുറച്ച് ആദിവാസികൾ, അന്നത്തെ അവിടെയുള്ള കുറച്ച് മൂപ്പന്മാരും അവരുടെ കുടുംബങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദേ വർ എക്സ്പേർട്ട് ഇൻ സ്റ്റോറി ടെല്ലിംഗ് ഓർ നറേഷനിൽ വളരെ പ്രാഗൽഭ്യമുള്ള ആളുകളായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ ഓതറിനോട് ഹാംലെറ്റിൻ്റെ കഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇദ്ദേഹം വിസമ്മതിക്കുകയാണ് ഫസ്റ്റ് ഉണ്ടായത്. കാരണം he was not that much expert as that old people or മൂപ്പൻസ്. ഓക്കെ, അപ്പോൾ ഏതായാലും അദ്ദേഹം അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് കഥ പറയുകയാണ്. ആ കഥയിലുള്ള ഒരു കഥാപാത്രമാണ് നമ്മുടെ ക്ലോഡിയസ് എൽഡർ ഹാംലെറ്റിനെ വധിച്ചുകൊണ്ടാണ് അവിടുത്തെ അധികാരം കരസ്ഥമാക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ, അതായത് എൽഡർ ഹാംലെറ്റിൻ്റെ ഭാര്യ യങ്ങർ ഹാംലെറ്റിൻ്റെ അമ്മ, ഇവരെ ഗെർട്രൂഡിനെ കല്യാണം കഴിക്കുകയും ചെയ്തു. മറ്റൊരു ക്യാരക്ടറാണ് പൊളോണിയസ് വാസ് എ കോർട്ടിയർ ഓഫ് ഹാംലെറ്റിൻ്റെ അല്ല, ക്ലോഡിയസിൻ്റെ കോർട്ടിയർ ആയിരുന്നു പൊളോണിയസ്. അദ്ദേഹത്തിന് 2 മക്കളാണ് ഉണ്ടായിരുന്നത്, ലെയേർട്ടസും ഒഫീലിയയും. ലെയേർട്ടസ് വാസ് എ സ്കിൽഡ് ഫൈറ്റർ ആൻഡ് ഒഫീലിയ വാസ് ഇൻ ലവ് വിത്ത് ഹാംലെറ്റുമായിട്ട് പ്രണയത്തിലായിരുന്നു ഒഫീലിയ. അപ്പോൾ ഒഫീലിയയെ ഇനി ഹാംലെറ്റിനെ കാണരുത്, സംസാരിക്കരുത് എന്ന് വാൺ ചെയ്തിരുന്നു ലെയേർട്ടസും പൊളോണിയസും. കാരണം ഈ ക്ലോഡിയസിന് ശേഷം രാജാവാൻ പോകുന്നത് നമ്മുടെ ഹാംലെറ്റാണ്. അപ്പോൾ ഈ രാജാവാൻ പോകുന്ന ഹാംലെറ്റിനെ കല്യാണം കഴിക്കാൻ മാത്രം സ്റ്റാറ്റസ് ഒഫീലിയക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് അവരെ വാൺ ചെയ്യുന്നത്. അപ്പം ഇവിടെ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ആ മൂപ്പൻ്റെ ഭാര്യ വരുന്നുണ്ട്. വൈ നോട്ട്, അവളെ ചോദിക്കാൻ, ആസ്ക് ദ വൈഫ് ഹു ഹാഡ് സെറ്റിൽഡ് ഡൗൺ ഓൺ ദ എഡ്ജ് ഓഫ് ദ ഓൾഡ് മാൻസ് ചെയർ. ആ ഓൾഡ് മാൻ്റെ ചെയറിൻ്റെ ഒരറ്റത്ത് ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഹി ഫ്രൗണ്ട് അറ്റ് ഹെർ ഫോർ ആസ്കിങ് സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഗ്രൗൾഡ്. ഏതായാലും വൈ നോട്ട് എന്നുള്ള ചോദ്യം അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. സോ ദേ ലിവ്ഡ് ഇൻ ദ സെയിം ഹോംസ്റ്റഡ്. ഓക്കെ, അവർ ഒരേ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ദാറ്റ് വാസ് നോട്ട് ദ റീസൺ ഐ ഇൻഫോംഡ് ദം. അതുകൊണ്ടല്ല. പൊളോണിയസ് വാസ് എ സ്ട്രേഞ്ചർ ഹു ലിവ്ഡ് ഇൻ ദ ഹോംസ്റ്റഡ് ബിക്കോസ് ഹി ഹെൽപ്ഡ് ദ ചീഫ്, നോട്ട് ബിക്കോസ് ഹി വാസ് എ റിലേറ്റീവ്. പൊളോണിയസ് ആരാണ് എന്നുള്ള ചോദ്യത്തിനാണ്. അദ്ദേഹം ഈ ക്ലോഡിയസിൻ്റെ, അതായത് അന്നത്തെ ചീഫായ ക്ലോഡിയസിൻ്റെ ഒരു റിലേറ്റീവ് ഒന്നും ആയിരുന്നില്ല. ഓക്കെ, പക്ഷേ പൊളോണിയസ് അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ താമസിക്കുകയും അദ്ദേഹത്തെ പരിചരിക്കുകയും ഉണ്ടായി. ദെൻ വൈ കുഡിൻറ്റ് ഹാംലെറ്റ് മാരി ഹെർ? അപ്പോൾ അവിടെ അടുത്ത ചോദ്യം വന്നു, എന്തുകൊണ്ടാണ് ഹാംലെറ്റ് എന്നിട്ട് ഒഫീലിയയെ കല്യാണം കഴിക്കാത്തത്? കാരണം പൊളോണിയസിൻ്റെ മകളല്ലേ. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു, അദ്ദേഹത്തിന് കല്യാണം കഴിക്കാമായിരുന്നു. ബട്ട് പൊളോണിയസ് ഡിഡ്ന്റ് തിങ്ക് ഹി വുഡ്. പക്ഷേ പൊളോണിയസ് വിചാരിച്ചു ഹാംലെറ്റ് ഒഫീലിയയെ കല്യാണം കഴിക്കൂല എന്നുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ്, പൊളോണിയസ് വിചാരിച്ചത് ഹാംലെറ്റ് രാജാവായി കഴിഞ്ഞാൽ പിന്നെ ഒഫീലിയയെ ഒഴിവാക്കുമെന്നുള്ള ഒരു കാര്യം. ആഫ്റ്റർ ഓൾ
Hamlet was a man of great importance who ought to marry a chief's daughter. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാംലെറ്റ് രാജാവാകാൻ പോകുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ പ്രശസ്തിയുണ്ട്. അദ്ദേഹം ഗ്രേറ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാണ്. അപ്പോൾ അദ്ദേഹം ഈ പൊളോണിയസിൻ്റെ മകളെപ്പോലുള്ള ഒരാളെ കല്യാണം കഴിക്കേണ്ട ആളല്ല, ഒരു രാജാവിൻ്റെ മകളെ കല്യാണം കഴിക്കേണ്ട ഒരാളാണ്. ഫോർ ഇൻ ഹിസ് കൺട്രി എ മാൻ കുഡ് ഹാവ് ഓൺലി വൺ വൈഫ്. കാരണം ഒരു രാജാവിന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഒരു ഭാര്യ മാത്രമേ അദ്ദേഹത്തിൻ്റെ രാജ്യത്തുണ്ടായിരുന്നുള്ളൂ. Polonius was afraid that if Hamlet made love to his daughter, then no one else would give a high price for her. Okay. പൊളോണിയസിന് ഭയമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, if Hamlet made love to his daughter, അതായത് ഹാംലെറ്റ് അദ്ദേഹത്തിൻ്റെ മകളെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ no one else would give a high price for her. ആരും അവളെ പിന്നീട് തിരിഞ്ഞു നോക്കില്ല എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. അത് ശരിയാവാം, ദാറ്റ് മൈ ബി ട്രൂ, റിമാർക്ക്ഡ് വൺ ഓഫ് ദ ഷ്യൂഡർ എൽഡേഴ്സ്. ഇത് എൽഡേഴ്സ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, കേട്ടിരിക്കുകയാണ്. ഈ എൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ കഥ പറച്ചിൽ വളരെ ഉഷാറായിട്ടുള്ള ആൾക്കാരാണ്. ഓരോ കഥയും ഓരോ പോയിൻറ്റും വളരെ വ്യക്തമായിട്ട് അവർ നോക്കിയിരിക്കും. But a chief's son would give his mistress' father enough presents and patronage to more than make up the difference. ഓക്കെ, പക്ഷേ ഒരു ചീഫിൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം ചീഫ് സൺ വുഡ് ഗിവ് ഹിസ് മിസ്ട്രസ്സസ് ഫാദർ ഇനഫ് പ്രസൻസ്. ഓക്കെ, ഒരു ചീഫിൻ്റെ മകന് ശരിക്കും അദ്ദേഹത്തിൻ്റെ മിസ്ട്രസിൻ്റെ ഫാദറിന് ഇഷ്ടം പോലെ പ്രസൻറ്റ് കൊടുക്കണം. ആൻഡ് പാട്രണേജ് ടു മോർ ദാൻ മേക്ക് അപ്പ് ദ ഡിഫറൻസ്. അതുപോലെ തന്നെ പാട്രണേജ് കൊടുക്കണം. സോ പൊളോണിയസ് സൗണ്ട്സ് ലൈക്ക് എ ഫൂൾ ടു മീ. അതിലൊരാൾ പറയാം, ഈ പൊളോണിയസ് എന്തൊരു പൊട്ടനാണ്, ഒരു ഫൂളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പൊളോണിയസിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജാവ് പ്രണയിക്കുന്ന മകളുടെ അച്ഛനാണ് പൊളോണിയസ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മകളുടെ അച്ഛന് നൽകേണ്ട ആ ഹൈ പ്രൈസസ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടും. അപ്പോൾ അത് അറിയാതെ കണ്ട് ഇതെന്തൊരു പൊട്ടത്തരാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്, അത് വാങ്ങിയാൽ പോരെ എന്ന് ഇതിൽ ഒരു എൽഡർ ചോദിക്കുകയാണ്. മെനി പീപ്പിൾ തിങ്ക് ഹി വാസ് അഗ്രീഡ്. കൂടുതൽ ആളുകളും വിചാരിക്കുന്നത് പൊളോണിയസ് ഒരു ഫൂളാണ് എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞാനത് സമ്മതിച്ചു കൊടുത്തു. മീൻ വൈൽ Polonius sent his son Laertes off to Paris to learn the things of that country. അതേസമയം Polonius sent his son Laertes off to Paris. അദ്ദേഹത്തിൻ്റെ മകൻ ലയേർട്ടസിനെ പാരീസിലേക്ക് അയക്കുകയാണ്. ടു ലേൺ ദ തിങ്സ് ഓഫ് ദാറ്റ് കൺട്രി. ആ രാജ്യത്തെ വികാസങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പൊളോണിയസ് അദ്ദേഹത്തിൻ്റെ മകനായ ലയേർട്ടസിനെ പാരീസിലേക്ക് അയക്കുന്നത്. ഫോർ ഇറ്റ് വാസ് ദ ഹോം സ്റ്റഡ് ഓഫ് എ വെരി ഗ്രേറ്റ് ചീഫ് ഇൻഡീഡ്. ഓക്കെ, അത് കാരണം എന്താ വെച്ചാൽ വലിയൊരു ചീഫിൻ്റെ വീടായിരുന്നു ശരിക്കും. അപ്പോൾ ആ ചീഫിൻ്റെ വീട്ടിലേക്കാണ് നമ്മുടെ ലയേർട്ടസിനെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ എന്തുണ്ടാവും, അപ്പോൾ അദ്ദേഹത്തിനും ഒരു വലിയ ഒരു ഫ്യൂച്ചർ അദ്ദേഹം കാണുന്നുണ്ട്. Because he was afraid that Laertes might waste a lot of money on beer and women and gambling, or get into trouble by fighting, he sent one of his servants to Paris secretly to spy out what Laertes was doing. അപ്പോൾ അദ്ദേഹത്തിന് പേടിയായിരുന്നു, പൊളോണിയസിന് ഭയമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ലയേർട്ടസ് അദ്ദേഹത്തിൻ്റെ പൈസ കള്ളു കുടിക്കാനും പെണ്ണ് പിടിക്കാനും ചൂതാട്ടം കളിക്കാനും അങ്ങനെയൊക്കെ പൈസ നഷ്ടപ്പെടുമെന്നും അനാവശ്യമായിട്ട് സംഘട്ടനത്തിൽ ഏർപ്പെടും എന്നും അദ്ദേഹത്തിന് ഭയങ്കര ഭീതിയുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, സ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സെർവൻറ്റിനെ അദ്ദേഹം അവിടേക്ക് അയച്ചു, ലയേർട്ടസിൻ്റെ അടുത്തേക്ക് അയച്ചു. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തു, ഹാംലെറ്റ് കെയിം അപ്പോൺ പൊളോണിയസ് ഡോട്ടർ ഒഫീലിയ. അങ്ങനെ ഒരു ദിവസം പൊളോണിയസിൻ്റെ മകളായ ഒഫീലിയയുടെ അടുത്തേക്ക് ഹാംലെറ്റ് വന്നു. ഹി ബിഹേവ്ഡ് സോ ഓഡ്ലി ഹി ഫ്രൈറ്റൻഡ് ഹർ. വളരെ വിചിത്രമായിട്ടാണ് ഒഫീലിയയോട് ഹാംലെറ്റ് പെരുമാറിയിരുന്നത്. കാരണം യഥാർത്ഥത്തിൽ
He behaved so oddly. Indeed, I was fumbling for words to express the dubious quality of Hamlet's madness. അവിടെ ശരിക്കും ഹാംലെറ്റ് ഒരു ഭ്രാന്തുള്ള ആളെ പോലെയാണ് പെരുമാറിയത്. ശരിക്കും ഇത് ഈ ആഫ്രിക്കക്കാരോട് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. Okay, the chief and many others had also noticed that when Hamlet talked, one could understand the words. One could understand the words, but not what they meant. ഹാംലെറ്റ് സംസാരിക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. ഹാംലെറ്റ് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാവർക്കും മനസ്സിലാവും, പക്ഷെ അതിൻ്റെ അർത്ഥം കിട്ടുന്നില്ല. മെനി പീപ്പിൾ തോട്ട് ദാറ്റ് ഹി ഹാഡ് ബിക്കം മാഡ്. കുറേ ആളുകൾ വിചാരിച്ചു അദ്ദേഹം ഭ്രാന്തായിരുന്നു. മൈ ഓഡിയൻസ് സഡൻലി ബിക്കെയിം മച്ച് മോർ അറ്റൻറ്റീവ്. അപ്പോൾ എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കാൻ തുടങ്ങി. ദ ഗ്രേറ്റ് ചീഫ് വാണ്ടഡ് ടു നോ വാട്ട് വാസ് റോങ് വിത്ത് ഹാംലെറ്റ്. വാണ്ടഡ് ടു നോ. അപ്പോൾ ആ ഗ്രേറ്റ് ചീഫ് ചോദിക്കുകയാണ് എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഹാംലെറ്റിന്. സോ ഹി സെൻറ്റ് ഫോർ 2 ഹാംലെറ്റ്സ് ഏജ് മെയ്റ്റ്സ്. അങ്ങനെ ആ ഗ്രേറ്റ് ചീഫ്, അതായത് നമ്മുടെ ക്ലോഡിയസ്, ഹി വാണ്ടഡ് ടു നോ വാട്ട് ഹാംലെറ്റ് ഹാസ്, വാട്ട് ഈസ് എ പ്രോബ്ലം വിത്ത് ഹാംലെറ്റ്. സോ ഹി സെൻറ്റ് ഫോർ 2 ഹാംലെറ്റ്സ് ഏജ് മെയ്റ്റ്സ്. 2 ഏജ് മെയ്റ്റ്സിനെ, അദ്ദേഹത്തിൻ്റെ അതേ സമപ്രായക്കാരെ വിളിക്കുകയാണ്. സ്കൂൾ ഫ്രണ്ട്സ് വുഡ് ഹാവ് ടേക്കൺ എ ലോങ് എക്സ്പ്ലനേഷൻ ടു ടോക്ക് ടു ഹാംലെറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ട്രബിൾഡ് ഹിസ് ഹാർട്ട്. അങ്ങനെ ഏജ് മെയ്റ്റ് എന്ന് പറയുമ്പോൾ സ്കൂൾ ഫ്രണ്ട്സാണ്. അവരെ ഹാംലെറ്റിനോട് സംസാരിക്കാനാണ് ഇദ്ദേഹം വിളിച്ചു വരുത്തിയത്, ഈ ക്ലോഡിയസ്. ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ട്രബിൾഡ് ഹിസ് ഹാർട്ട്, എന്താണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നു. ഹാംലെറ്റ്, സീയിങ് ദാറ്റ് ദേ ഹാഡ് ബീൻ ബ്രൈബ്ഡ് ബൈ ദ ചീഫ് ടു ബിട്രേ ഹിം, ടോൾഡ് ദം നത്തിങ്. ഓക്കെ, അതായത് ഹാംലെറ്റ് ഇത് കണ്ടിട്ട്, സോ they had been bribed by the chief to betray him, told him nothing. അതായത് ചീഫ് അദ്ദേഹത്തിന് നല്ല പൈസ കൊടുത്തിട്ടുണ്ട്. ഈ 2 ആൾക്കാരെ ഏൽപ്പിച്ചല്ലോ, അവർക്ക് നല്ല പൈസ ഒക്കെ കൊടുത്തിട്ടാണ് ഏൽപ്പിച്ചത് ഈ ഹാംലെറ്റിൻ്റെ പ്രശ്നം മനസ്സിലാക്കും. പക്ഷേ എന്തിനാണ് ഇവരെ നിരീക്ഷിക്കുന്നത്, ഹാംലെറ്റിനെ നിരീക്ഷിക്കുന്നത് എന്നൊക്കെ ഹാംലെറ്റ് തിരിച്ചു ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞില്ല. കാരണം ഹാംലെറ്റിനോട്, ക്ലോഡിയസിനോട് ഓൾറെഡി അവർ പൈസ ഒക്കെ വാങ്ങി വെച്ചതാണ്. ഹാംലെറ്റ്, സീയിങ് ദാറ്റ് ദേ ഹാഡ് ബീൻ ബ്രൈബ്ഡ് ബൈ ദ ചീഫ് ടു ബിട്രേ ഹിം, ടോൾഡ് ദം നത്തിങ്. പക്ഷേ ഹാംലെറ്റ് അത് തിരിച്ചറിയാം. ക്ലോഡിയസ് പൈസ കൊടുത്ത് ഏൽപ്പിച്ച ആളുകളാണ് ഇവർ എന്നുള്ളത് ഹാംലെറ്റിനും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാംലെറ്റ് ഇവരോടൊന്നും പറഞ്ഞില്ല. ഹാംലെറ്റ്, ഓക്കെ, അങ്ങനെ പൊളോണിയസ് however insisted that Hamlet was mad because he had been forbidden to see Ophelia whom he loved. ഓക്കെ, അപ്പോൾ പക്ഷേ പൊളോണിയസ് വീണ്ടും ഉറപ്പിച്ച് പറയാണ് ഹാംലെറ്റിന് ശരിക്കും ഭ്രാന്താണ്. കാരണം he had been forbidden to see him, അത് ഒഫീലിയെ ഇനി ഞാൻ കാണില്ല, അതായത് സ്വന്തം പ്രണയിക്കുന്ന പെണ്ണിനെ ഇനി കാണില്ല ഹാംലെറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാംലെറ്റിന് മുറിഞ്ഞ ഭ്രാന്താണ് എന്നുള്ളത് നമ്മുടെ പൊളോണിയസ് ഉറപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ്, വൈ, എന്തുകൊണ്ട്? ഷുഡ് എനിവൺ ബിവിച്ച് ഹാംലെറ്റ് ഓൺ ദാറ്റ് അക്കൗണ്ട്? ഓക്കെ, അപ്പം ആരെങ്കിലും ഹാംലെറ്റിനെ ആ ഒരു കാര്യത്തിൽ ഭയപ്പെടുത്തുന്നുണ്ടോ? ബിവിച്ച് ഹിം? Yes, only witchcraft can make anyone mad, unless, of course, one sees the beings that lurk in the forest. അതെ, ഒരാളെ ഭ്രാന്താക്കുന്നത് വിച്ച് ക്രാഫ്റ്റാണ്. വിച്ച് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വിച്ച് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദുർമന്ത്രവാദികളൊക്കെ അല്ലേ, അവരാണ് മന്ത്രവാദിനികൾ. Unless, of course, one sees the beings that lurk in the forest. I stopped being a storyteller and took out my notebook and demanded to be told more about these 2 cases of madness. അങ്ങനെ ഞാൻ അവിടെ കഥ പറച്ചിലൊക്കെ നിർത്തിയിട്ട് എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ എടുത്ത് വെച്ചിട്ട് ഇതിനെക്കുറിച്ച് അവരോട് ഈ ഹാംലെറ്റിൻ്റെ ഈ ഒരു മാഡ്നെസ് കുറിച്ചിട്ട്, ഈ ഭ്രാന്ത് അവസ്ഥയെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ആ മൂപ്പന്മാരോട് ഞാൻ ചോദിക്കുകയാണ്.
അപ്പോൾ അവർ അതിനെക്കുറിച്ച് പറയട്ടെ. കാരണം they are very expert in storytelling and story making. Even while they spoke and I jotted notes. അവർ സംസാരിക്കുന്ന സമയത്ത് ഞാൻ നോട്ട്സ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാക്കി. I tried to calculate the effect of this new factor on the plot. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? I tried to calculate the effect of this new factor on the plot. ഓക്കെ, അപ്പോൾ ഈ ഒരു പുതിയ ഫാക്ടർ, ഈ പുതിയ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇതിനെക്കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. Hamlet had not been exposed to the beings that lurk in the forest. Only his relatives in the male line could bewitch him. അദ്ദേഹത്തിൻ്റെ മെയിൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഫാദറിൻ്റെ സൈഡ്, ആ റിലേറ്റീവ്സിന് മാത്രമേ ഹാംലെറ്റിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. Barring relatives not mentioned by Shakespeare, it had to be Claudius who was attempting to harm him. ഓക്കെ, ശരിക്ക് ഹാംലെറ്റിനെ വധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലോഡിയസ് ആയിരുന്നു. ക്ലോഡിയസ് ഈസ് ദ റിലേറ്റീവ് ഓഫ് ഹിസ് മെയിൽ സൈഡ് ബിക്കോസ് ക്ലോഡിയസ് വാസ് ദ ബ്രദർ ഓഫ് ഹിസ് ഫാദർ, elder Hamlet. And of course it was. For the moment, I staved off questions by saying that the great chief also refused to believe that Hamlet was mad for the love of Ophelia. Okay, and nothing else. അപ്പോൾ ഏതായാലും വേണ്ടില്ല, അവരുടെ ഇടയിൽ ഈ മാഡിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, അവരുടെ അഭിപ്രായം പറയാനും അത് ഞാൻ എഴുതി വെക്കാനും ശ്രമിച്ചു. അപ്പോൾ ആ സമയത്ത് for that moment I staved off questions by saying that the great chief also refused to believe that Hamlet was mad for the love of Ophelia. പക്ഷേ ഈ ഗ്രേറ്റ് ചീഫ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ക്ലോഡിയസ്, ആ ക്ലോഡിയസും വിശ്വസിച്ചില്ല ഒഫീലിയയോടുള്ള പ്രണയത്തിലാണ് ഇദ്ദേഹത്തിന് ഭ്രാന്തായത് എന്നുള്ളത് ക്ലോഡിയസും വിശ്വസിച്ചില്ല. He was sure that something much more important was troubling Hamlet's heart. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഉറപ്പുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു സംഭവം, ഈ ഒഫീലിയയുടെ കേസല്ലാതെ മറ്റെന്തോ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വളരെ അമിതമായിട്ട് അലട്ടുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം ക്ലോഡിയസിന് ഊഹിക്കാൻ പറ്റും എന്തോ ഒരു സംഭവം ഉണ്ട്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഘാതകനെ എന്തോ തിരിച്ചറിഞ്ഞോ എന്നുള്ള ഒരു ചെറിയൊരു സംശയം അദ്ദേഹത്തിനുണ്ട്. Now Hamlet's age mates, I continued, had brought with them a famous storyteller. അങ്ങനെ രണ്ട് ഏജ് മേറ്റ്സിനെ ക്ലോഡിയസ് വരുത്തി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ആ രണ്ട് ഏജ് മേറ്റ്സ് ഹാഡ് ബ്രോട്ട് ദം വിത്ത് ദം എ ഫേമസ് സ്റ്റോറി, ഒരു നല്ല കഥ പറച്ചിലുകാരനെ കൊണ്ടുപോകും, സ്റ്റോറി ടെല്ലർ. Hamlet decided to have this man tell the chief and all his homestead a story. അങ്ങനെ ഹാംലെറ്റ് decides to have this man tell the chief and all his homestead a story about a man who had poisoned his brother because he desired his brother's wife and wished to be chief himself. അങ്ങനെ ആ സ്റ്റോറി ടെല്ലറിനെ ഹാംലെറ്റ് ഉപയോഗപ്പെടുത്താണ്. എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത്? അയാളോട് പറയാണ് ഒരു കഥ പറയാൻ. ആ കഥയിൽ എന്താണ്? ആ കഥയിലുള്ള നായകൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ഇഷ്ടപ്പെടുന്നതും പ്രണയിക്കുന്നതും ആ ജ്യേഷ്ഠനെ വധിച്ചുകൊണ്ട് ആ രാജ്യത്തിൻ്റെ അധികാരം കൈക്കലാക്കാൻ ശ്രമിക്കുന്ന അനിയൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ അത് ക്ലോഡിയസിൻ്റെ കഥ തന്നെയാണ്. അങ്ങനെ ഒരു കഥ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് ഇവരെ ക്ഷണിക്കുകയാണ്. Hamlet was sure the great chief could not hear the story without making a sign if he was indeed guilty. Okay, അപ്പോൾ ഹാംലെറ്റിന് ഉറപ്പായിരുന്നു എന്ത്? ദ ഗ്രേറ്റ് ചീഫ് കുഡ് നോട്ട് ഹിയർ ദ സ്റ്റോറി വിത്തൗട്ട് മേക്കിംഗ് എ സൈൻ. ഒരു സൈൻ ഉണ്ടാക്കാതെ ഒരു കഥ കേൾക്കാൻ കഴിയില്ല, ചീഫിന് ഒരു കഥ കേൾക്കാൻ കഴിയില്ല എന്നുള്ളത് ഹാംലെറ്റിന് ഉറപ്പായിരുന്നു. ഇഫ് ഹി വാസ് ഇൻഡീഡ് ഗിൽറ്റി. കാരണം യഥാർത്ഥത്തിൽ ആ ഒരു സംഭവം അദ്ദേഹം
സ്വയം ചെയ്ത ക്ലോഡിയസ് സ്വയം ചെയ്ത ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്തുണ്ടാവും, ആ ഒരു മാനസികമായ അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹാംലെറ്റിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഹൊറേഷ്യോയെ ഹാംലെറ്റ് ഏൽപ്പിക്കുന്നുണ്ട്, നീ നല്ലോണം നിരീക്ഷിക്കണം, ക്ലോഡിയസിനെ നിരീക്ഷിക്കണം, അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങൾ നിരീക്ഷിക്കണമെന്ന് ഹൊറേഷ്യോയെ ഏൽപ്പിക്കുന്നുണ്ട്. പറഞ്ഞതുപോലെ ആ ഒരു കഥ അവതരിപ്പിക്കുന്നുണ്ട്. ആ കഥൻ്റെ പേര് മൗസ് ട്രാപ്പ് എന്നാണ്, അല്ലെങ്കിൽ മേർഡർ ഓഫ് ദ ഗൊൺസാഗോ എന്ന് പറയും. ഈ രണ്ട് പേരും അത് തന്നെയാണ്. അങ്ങനെ then he would discover whether his dead father had told him the truth. ഇതൊക്കെ ഹാംലെറ്റ് എന്താ ചെയ്യുന്നത്? ഹാംലെറ്റിൻ്റെ മരിച്ചു പോയ അച്ഛൻ്റെ പ്രേതം വന്നിട്ട് പറയുകയാണല്ലോ, എൻ്റെ ഘാതകൻ എന്ന് പറയുന്നത് പാമ്പല്ല, സ്നേക്കല്ല, മറിച്ച് ക്ലോഡിയസ് തന്നെയാണ്, എൻ്റെ സഹോദരൻ തന്നെയാണ്, പോയിസൺ ചെവിയിൽ ഒഴിച്ചിട്ട് കൊന്നതാണ് എന്ന് പറഞ്ഞ സമയത്ത് ഈ പ്രേതത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കണമോ എന്നുള്ളൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് മാഡ്നെസ് ആയിട്ട് അദ്ദേഹം അഭിനയിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ കേട്ട വാക്കുകൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ ഇദ്ദേഹത്തിൻ്റെ ക്ലോഡിയസിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതും അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങളിലുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നതും അത് ഉറപ്പിക്കാൻ വേണ്ടി. The old man interrupted with a deep cunning. Why should a father lie to his son? He asked. അപ്പോൾ ആ ഓൾഡ് മാൻ പറയാണ്, എന്തിനാണ് ഒരു അച്ഛൻ മകനോട് കളവ് പറയുന്നത്? I hedged. Hamlet wasn't sure that it really was his dead father. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പേടി എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കുള്ള ഫാദർ അല്ലല്ലോ, ഫാദറിൻ്റെ ഗോസ്റ്റ് അല്ലേ വന്നത്, അത് ശരിക്ക് ഒറിജിനൽ ആണോ എന്നുള്ളത് എങ്ങനെയാണ് അറിയാം? It was impossible to say anything in that language about devil inspired visions. ഇത്തരം ഡബിൾ ഇൻസ്പയർഡ് വിഷൻസ്, പൈശാചികയിൽ നിന്ന് ഉതിർത്ത ഇത്തരം വീക്ഷണങ്ങൾ, ഇത്തരം വിഷൻസ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഇവർക്ക് പ്രയാസമുണ്ടായിരുന്നു. You mean, he said, it actually was an omen. And he knew witches sometimes send false ones. അതായത് ഇതൊരു ശകുനമായിരുന്നു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? He knew witches sometimes send false ones. അതായത് ഈ വിച്ചസ് പോലും ദുർമന്ത്രവാദിനികൾ പോലും ചില തെറ്റുകളെ, ചില പോരായ്മകളെ അയക്കാറുണ്ട്. Hamlet was a fool not to go to one skilled in reading omens and divining the truth in the first place. Okay, ഹാംലെറ്റ് ഒരു വിഡ്ഢിയായിരുന്നില്ല. Hamlet was a fool not to go to one skilled in reading omens, okay, and divining the truth in the first place. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യാമായിരുന്നു. ഈ ഓമൻസിനൊക്കെ റീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഈ ശകുനങ്ങളെയൊക്കെ വായിക്കുന്ന ആൾ. അപ്പോൾ ഈ ശകുനങ്ങളെ ഒക്കെ നിർവചിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കാമായിരുന്നു അദ്ദേഹത്തിന്, യഥാർത്ഥത്തിൽ അത് അച്ഛൻ്റെ പ്രേതം തന്നെയാണോ അതോ പിശാചുക്കൾ അയച്ച വേറെന്തോ ആണോ എന്നുള്ളത് ചോദിക്കാമായിരുന്നു എന്ന് പറയും. A man who sees the truth could have told him how his father died. അയാൾക്ക് പറഞ്ഞു തരാൻ പറ്റും, ഇങ്ങനെ ഭാവി പ്രവചിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത്. If he really had been poisoned and if there was witchcraft in it. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് പോയിസൺ കൊടുത്തതാണോ, ഏതെങ്കിലും പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ ദുർമന്ത്രവാദിനികളാണോ ഇത് ചെയ്തത് എന്നുള്ളതൊക്കെ പറഞ്ഞതാണ്. Then Hamlet could have called the elders to settle the matter. എന്നിട്ട് പിന്നീട് Hamlet could have called the elders to settle the matter. എന്നിട്ട് എൽഡേഴ്സിനൊക്കെ വിളിച്ചിട്ട് ഈ ഒരു പ്രശ്നം അവിടെ തീർക്കാമായിരുന്നു. The shrewd elder ventured to disagree. പക്ഷേ ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ആ എൽഡർ ഡിസഗ്രി ചെയ്തു. Because his father's brother was a great chief. അവിടെ അച്ഛൻ്റെ സഹോദരൻ വലിയൊരു ചീഫല്ലേ,
One who sees the truth might therefore have been afraid to tell it. ഇതിനുള്ള മറുപടി വേറെ ചീഫിനെ കൊടുക്കണം. ഒരാളും അവിടെ സത്യം പറയാൻ വിസമ്മതിക്കും. കാരണം ചീഫ് ആരാണ്? ഇപ്പോഴത്തെ രാജാവ് ആരാണ്? ക്ലോഡിയസ് ആണ്. അപ്പോൾ ആ രാജാവിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നമാണ്, അയാളെ തല ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ അയാൾ സത്യം എന്തായാലും ആ വിച്ച് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഈ ഭാവി പ്രവചിക്കുന്ന ആൾ സത്യം പറയൂല എന്നുള്ള അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. I think it was for that reason that a friend of Hamlet's father, a witch and an elder, sent an omen to so his friend's son would know was the omen true. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വാസ് ഫോർ ദാറ്റ് റീസൺ ദാറ്റ് എ ഫ്രണ്ട് ഓഫ് ഹാംലെറ്റ്സ് ഫാദർ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സുഹൃത്ത്, എ വിച്ച് ആൻഡ് ആൻ എൽഡർ, ഒരു എൽഡറുമാണ് ഒരു വിച്ചുമാണ്, സെൻഡ് എൻ ഓമൻ ടു ഹിസ് ഫ്രണ്ട്സ് സൺ വുഡ് നോ വാസ് ദ ഓമൻ ട്രൂ. അപ്പോൾ അയാൾക്ക് അറിയാമായിരിക്കും എന്താണ് ഈ ഓമൻ, ഈ ഒരു ശകുനം ശരിയാണോ എന്നുള്ളത്. യെസ് ഐ സെഡ്, അതെ ഞാൻ പറഞ്ഞു. അബാൻഡനിങ് ഗോസ്റ്റ് ആൻഡ് ദ ഡെവിലിനെയും ഗോസ്റ്റിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു. എ വിച്ച് സെൻറ്റ് ഓമൻ ഇറ്റ് വുഡ് ഹാവ് ടു ബി. ഇതെങ്ങനെയായിരിക്കണം? എ വിച്ച് സെൻറ്റ് ഓമൻ. ഇറ്റ് വാസ് ട്രൂ, ഫോർ വെൻ ദ സ്റ്റോറി ടെല്ലർ വാസ് ടെല്ലിങ് ഹിസ് ടെയിൽ ബിഫോർ ഓൾ ദ ഹോംസ്റ്റെഡ് ദ ഗ്രേറ്റ് ചീഫ് റോസ് ഇൻ ഫിയർ. ആ സ്റ്റോറി ടെല്ലർ ആ കഥ പറയുന്ന സമയത്ത് ആ ഗ്രേറ്റ് ചീഫ്, വലിയ മൂപ്പനല്ലേ, ആ മൂപ്പന് വന്നിട്ട് എണീറ്റു ഭയന്നിട്ട്. അഫ്രൈഡ് ദാറ്റ് ഹാംലെറ്റ് ന്യൂ ഹിസ് സീക്രട്ട് ഹി പ്ലാൻഡ് ടു ഹാവ് ഹിം കിൽഡ്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? അയാളുടെ സീക്രട്ട് അറിയാം എന്ന് വിചാരിച്ചിട്ട് ഇയാൾ ഈ ഹാംലെറ്റിനെ വധിക്കാൻ പ്ലാൻ ചെയ്തു. അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞു. അപ്പോൾ ആ വലിയ മൂപ്പൻ എന്ന് പറഞ്ഞാൽ ക്ലോഡിയസ് ആണ്. ആ ക്ലോഡിയസ് നമ്മുടെ ഹാംലെറ്റിനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കഥ പറയാം. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.